നമുക്കിന്ന് മുളപ്പിച്ച പയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വെൽക്കം ടു രഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പയറൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ ഇതാണ് പയർ വേവിക്കാനുള്ള ഒരു വഴി. വേറൊരു വഴി എന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം പയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഡക്കൺ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴും പയർ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മുളപ്പിച്ച പയറിൽ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതേ 5-6 മിനിറ്റ് ആയപ്പോൾ തന്നെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പയറിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വഴിയെ കാണാവേ. അപ്പം ഞാൻ കുറച്ച് ഉള്ളി ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, പിന്നെ ഒരു കുക്കുംബർ, പിന്നെ ക്യാരറ്റ്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പയർ അതും ഇട്ട് കൊടുത്തു. പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് സാൾട്ടാണ്. അപ്പം ഞാൻ ഇവിടെ പിങ്ക് സാൾട്ടാണ് എടുക്കുന്നത്, അതായത് ഇന്ദുപ്പെന്ന് പറയും. അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീര് അതും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം ഞാൻ നാരങ്ങയുടെ നീര് ഒഴിച്ചതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽത്തി പ്രോട്ടീൻ സാലഡിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.